ശില്പി പറഞ്ഞതുപോലെ അയ്യപ്പൻ സത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് വന്നേക്കുന്നത്. കാര്യം ശബരിമലയിൽ ഈ മാല ഇടുന്ന സമയം മുതൽ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഹൃദയം പൊട്ടുന്ന വേദനയാണ് ഇപ്പോൾ ഉള്ളത്. ശബരിമല തീവയ്പ് മുതൽ ഈ സ്വർണ്ണക്കൊള്ളയും ഈ സ്ത്രീ പ്രവേശനം വരെ വലിയ ഒരു ഗൂഢാലോചന, അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ശബരിമലയിലെ ഏറ്റവും അവസാനത്തെ ഈ സാധനം. ഇതൊരു വലിയ കൊള്ളയാണ്. ഈ കൊള്ളയ്ക്ക് വലിയ പങ്കുണ്ട്. ഇതിൽ കയറ്റിയ ആൾക്കാരെ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ചൊരു വലിയ അന്വേഷണം, കേരളത്തിൻ്റെ ചരിത്രം വഴിമാറുന്ന തരത്തിൽ എല്ലാ രീതിയിലും അയ്യപ്പ സംഗമം ചുമ്മാ ആഗോള അയ്യപ്പ സംഗമം അല്ല വേണ്ടേ. കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലെ ഗുരുസ്വാമിമാരുണ്ട്. 41 ദിവസം പാവപ്പെട്ട അയ്യപ്പന്മാരെ ഒന്നിച്ചിരുത്തി ഭജന മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ ചെരുപ്പിടാതെ അവിടെ മറ്റു ചിന്തകളെല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ആ ശീലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതം തന്നെ അയ്യപ്പനായി മാറിക്കൊണ്ട് അവർ ഒന്നിച്ചിരുന്ന് വരുന്ന ഗുരുസ്വാമിമാരാണ് അയ്യപ്പൻ ശക്തി ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഗുരുസ്വാമിമാർക്കേ അവകാശമുള്ളൂ അയ്യപ്പൻ്റെ കാര്യം തീരുമാനിക്കാൻ. ഇത് കൊള്ളയാണ്. ഈ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കണം. അവിടെ ആ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകളും കൊള്ളക്കാരായി മാറുന്നു ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആചാര ലംഘനം ആരംഭിക്കുന്നത് ആദ്യം തന്നെ അവിടെ നിന്നിരുന്ന അവിടെ വാമാചാര കർമ്മങ്ങൾ ചെയ്തിരുന്ന മലയേറിയ സമുദായത്തെ പുറത്താക്കിയപ്പോൾ മുതൽ ആചാര ലംഘനം തുടങ്ങി. പിൽക്കാലത്ത് അത് ഒരു തുടർക്കഥയായി മാറുന്നു. അവിടെ വരുന്ന എല്ലാ ആളുകളും ആ കൊള്ളയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. നമ്മൾ എത്രയോ കാലഘട്ടങ്ങളായിട്ട് ഈ 91-90 കാലഘട്ടത്തിൽ പോലും മേൽശാന്തി പദം അലങ്കരിച്ചിരുന്ന ആളുകൾ അവിടെ മലയരന്മാർ പൂജ ചെയ്യുന്നതായിട്ടും പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കുന്നതായിട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ ആചാര ലംഘകരെന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇത് പന്തളം കൊട്ടാരത്തിൻ്റെയും തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെയും കയ്യിൽ ഈ ക്ഷേത്രം ഇരിക്കുമ്പോൾ പോലും അവിടുത്തെ ഈ വാമാചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് ആ ഗുരുതി, അവിടെയുള്ള ഗുരുതി. അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം നടന്നു വരുന്നുണ്ട്. പന്തളം കൊട്ടാരം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ചൈതന്യമായ ഭഗവാൻ അയ്യപ്പനെ അവിടെ നിന്ന് പുറത്താക്കി അവിടെ കളങ്കം വരുത്തി തീർക്കുക എന്നുള്ളതൊരു ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ഇത് അറിയത്തില്ലെന്നൊക്കെ പലരും പറഞ്ഞേക്കും. ഞങ്ങൾ അറിഞ്ഞില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇതൊന്ന് ആലോചിക്കും. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം അങ്ങോട്ട് പറയാം. നമ്മുടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ ടോയ്ലറ്റ് 2 രൂപ മൂത്രമൊഴിക്കാൻ വരുന്ന ആളോട് 2 രൂപ മേടിച്ച് മേശയ്ക്കകത്തിടുന്ന ആളെ പോലും അവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് കത്ത് മേടിച്ച് നിയമിക്കുന്ന ഒരു സിസ്റ്റമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നവർക്ക്. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ കയറി വിഹരിച്ചതൊന്നും ആരും അറിഞ്ഞില്ലെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ ഹൈന്ദവ സമാജത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് ഇപ്പം ഈ ശബരിമല ക്ഷേത്രവും. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ സർക്കാർ കൃത്യമായിട്ട് ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.